الرحمن الرجيم بسم الله الرحمن الرحيم اللهم علمنا ما ينفعنا وينفعنا بما علمتنا وزدنا علما اللهم إني أعوذك من علم لا ينفع ومن قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തൻ ഈ അവസരത്തെ ഒരു സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾക്ക് ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ അൽഹംദുലില്ലാ ആയ നമ്പർ 20 വരെ എത്തിയിരുന്നു. ഞാൻ അതിൻ്റെ സമ്മറിയിലേക്ക് പോകുന്നില്ല, കാരണം നമ്മളെപ്പോഴും അതൊരു റിപ്പീറ്റേറ്റീവ് കാര്യമായിരിക്കും. പക്ഷേ ആസ് ഐ റിക്വസ്റ്റഡ് ബിഫോർ, ഇൻഷാ അല്ലാഹ്, ഞാൻ വിചാരിക്കുന്നു അറ്റ്ലീസ്റ്റ് യു മൈറ്റ് ഹാവ് മെമ്മറൈസ്ഡ് 20 ആയാസ്. ഇല്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക. ഐ എം റിമൈൻഡിങ് യു, ഇറ്റ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. പ്ലീസ് ട്രൈ ചെയ്യുക ആസ് മച്ച് യു ക്യാൻ. ഏതർ ഒരു സിംഗിൾ ആയെങ്കിലും മെമ്മറൈസ് ചെയ്താൽ ദാറ്റ്സ് ഗ്രേറ്റ് ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതിൽ നിന്ന് വേറെ ഒന്നുമല്ല ഉദ്ദേശം. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളുക, ജീവിതത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുക. ലൈഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ചേഞ്ചസ് ആണ് ഒരു മുഅ്മിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് അല്ല. ഏത് സമയവും മാറ്റങ്ങളായിരിക്കണം. റിമൈൻഡർ, കോൺസ്റ്റന്റ് റിമൈൻഡർ ടു വൺ ഈച്ച് അതർ. യു റിമൈൻഡ് മീ ആൻഡ് ഐ റിമൈൻഡ് യു. ദാറ്റ്സ് ഹൗ ദ ബ്യൂട്ടിഫുൾ റിലീജിയൻ ഈസ്. അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയതുകൊണ്ട് റിലീജിയൻ ഒരിക്കലും വളരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആൾക്കാരെ അള്ളാഹുവിന് ആവശ്യമില്ല. തൻ്റെ മതത്തിന് ഉപകാരം എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ റിമൈൻഡ് ചെയ്യുക. അത് ഡസന്റ് മാറ്റർ എന്ത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അള്ളാഹുവിൻ്റെ റിലേഷനാണ് മുന്നിൽ കാണേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ടെമ്പററി ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണാം. പല ഫ്രണ്ട്ഷിപ്പും ഒരു ദിവസം ബിൽഡ് ചെയ്യും, നെക്സ്റ്റ് ഡേ അത് പോവും. അതങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. തിരിച്ച് റീബിൽഡ് ചെയ്യും. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അള്ളാഹുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് it has to be a constant relationship. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് നമുക്ക് ഗൈഡൻസ് തരും ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ആയ നമ്പർ 20 വലൻ തുഫ്ലിഹു അബദ വരെ വെച്ചിരുന്നു. അതായത് നമുക്കറിയാം, ഒരു പറ്റം ചെറുപ്പക്കാർ അവര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഐഡൽ വർഷിപ്പിന് വേണ്ടി, ഒരു വിഗ്രഹാരാധനയുടെ കിങ് അവരെ നിർബന്ധിച്ച്, ആ നിർബന്ധം കാരണം ഈ ചെറുപ്പക്കാർ തന്നെയും എല്ലാവരെയും സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യൂ, വർഷിപ്പ് ചെയ്യൂ എന്നുള്ള ആ തീരുമാനം മുന്നോട്ട് വെക്കുമ്പോൾ, ഈ കിങ്ങും അവരുടെ ആൾക്കാരും ഈ ചെറുപ്പക്കാരെ വധിക്കും എന്നുള്ള അവസ്ഥ ആയപ്പോൾ അവർ അവിടെ വിട്ട് അള്ളാഹുവിൻ്റെ തന്നെ ആ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശമല്ലാതെ ഇൻഡയറക്റ്റ് നിർദ്ദേശം അനുസരിച്ച് അവര് ആ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കിയതിൻ്റെ ആ പശ്ചാത്തലവും നമ്മൾ പറഞ്ഞു. അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അതിൽ നിന്ന് വിട്ടുപോയതല്ല, പക്ഷെ അത് ഞാൻ ആ സാഹചര്യം എത്തുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിരുന്നു. ഇവർ മൈഗ്രേറ്റ് ചെയ്തു. ഒരു സ്ഥലത്ത് നിന്ന് തൻ്റെ ദീനിനെ രക്ഷിക്കാൻ വേണ്ടി, തങ്ങളുടെ ജീവന് അപകടം വരുമെന്ന് കരുതിയപ്പോൾ അവര് തിരിച്ചൊരു വേറൊരു സ്ഥലത്തേക്ക്
മൈഗ്രേറ്റ് ചെയ്തു. ഈ മൈഗ്രേഷൻ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, നമ്മൾ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ ഒരിക്കലും ദീനിനെ ഭയന്നുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്തതല്ല. നമ്മൾ പല പർപ്പസ് ഉണ്ട്. എങ്ങനെയാണ് ഈ മൈഗ്രേഷന്റെ റൂൾസ് എന്താണ് അക്കോർഡിംഗ് ടു ശരിയ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഫിഖ്? എങ്ങനെയാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളെ ഹിസ്റ്ററിയിൽ എങ്ങനെയുണ്ട് മൈഗ്രേറ്റ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തും മക്കയിൽ നിന്നും മദീനത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അതായത് നമുക്ക് നമ്മളുടെ ദീനിനെ സംരക്ഷിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ ഏകദൈവ വിശ്വാസം, വർഷിപ്പ്, അള്ളാഹുവിലുള്ള ആ വർഷിപ്പ്, ആരാധന നമുക്ക് തുടരാൻ കഴിയുന്നില്ല. അതിന് ഒരു ഭീഷണി വരികയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുട്ടികൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സൊസൈറ്റിക്കും ഒരു നിലനിൽപ്പില്ല, അല്ലെങ്കിൽ എനിക്കായിട്ട് എൻ്റെ മതത്തിനായിട്ട് എൻ്റെ പരിധി എങ്കിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാം. നമുക്ക് അവർ ചിൽഡ്രൻ ആൻഡ് അവർ സെൽഫ്, വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സമൺ എൽസ്. ഓക്കെ, വി ആർ നോട്ട് ഇൻഫ്ലുവൻസിങ് സമൺ, ബട്ട് വി ആർ ബീങ് ഇൻഫ്ലുവൻസ്. നമ്മളെ മറ്റുള്ളവർ സ്വാധീനിക്കുക, നമ്മളെ കുട്ടികളെ മറ്റുള്ളവർ സ്വാധീനിക്കുക, മറ്റുള്ളവരുടെ മതങ്ങൾ സ്വാധീനിക്കുക. നമുക്ക് ആ ഒന്നിലും സ്വാധീനമില്ല. നമ്മൾ കാരണം നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിക്കോ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിനോ ഒരു ബെനിഫിറ്റും നമ്മളിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മളുടെ മതം വളരുന്നില്ല. നമ്മളിങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചേ പോകുന്നുള്ളൂ. ആർക്കും ഒരു ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല. എങ്കിൽ പിന്നെ ആ മതത്തിന് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. എനിക്ക് എൻ്റെ കുടുംബത്തിന് ഞാൻ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, അതല്ലാതെ എൻ്റെ മതത്തിന് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. എന്നാൽ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മതത്തിന് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊന്ന് തിരിച്ച് ആലോചിച്ച് നോക്കും. നമ്മൾ ഇവിടെ ആയതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും, നമ്മൾ എന്തോ ചെയ്തു ദീനിനു വേണ്ടി. നമ്മൾ നിന്നിരുന്ന രാജ്യം, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ജീവിച്ചു കാണും. ഇപ്പൊ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ജീവിച്ചു കാണും. നമുക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്ന് വരാം. കാരണം അതൊരു ഇസ്ലാമിക് കൺട്രിയാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും പെട്ടെന്ന് ചെയ്തു പോകാനില്ല. കാണുന്നവരെല്ലാം മുസ്ലിങ്ങളാണ്, നമ്മളെ നൈബേഴ്സ് മുസ്ലിംസ് ആണ്. അവർ നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞു തരും, എനിക്ക് ഇതെല്ലാം അറിയാം. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അവസരങ്ങൾ കിട്ടുന്നില്ല. നേരെ മറിച്ച് നമുക്ക് ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് ഇവിടെ നമ്മളെ മതത്തിനെ ബലപ്പെടുത്താം, നമ്മളുടെ ദീനിനെ ബലപ്പെടുത്താം, നമ്മളുടെ ഹൃദയത്തെ ബലപ്പെടുത്താം. നമ്മൾക്ക് എല്ലാം കൊണ്ടും അഭിവൃദ്ധി ഉണ്ട്. ആ വിവരം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് അത് കൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട്. മാത്രമല്ല, നമ്മളും നമ്മളുടെ കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റുള്ളവർ. അപ്പൊ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ആ ഫസ്റ്റ് ചോയ്സ് ഇല്ല. പിന്നെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ലൈഫിനെ നമുക്ക് എപ്പോഴും പ്രിസർവ് ചെയ്യണം. നമ്മളെ ദീന്, നമ്മളെ ലൈഫ്. ഞാൻ അന്ന് പറഞ്ഞ പോലെ ദീൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കയ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിറ്റർ ടേസ്റ്റ് വന്നിട്ട് നമുക്ക് എടുത്തു കളയാവുന്ന ഒന്നല്ല. ദീൻ എന്ന് പറയുന്നത് എങ്ങനെ ആയി കഴിഞ്ഞാലും നമ്മൾ ഹോൾഡ് ചെയ്ത് പ്രിസർവ് ചെയ്യേണ്ട. അതുപോലെ തന്നെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ജീവൻ, അത് വളരെ പ്രിസർവ് ചെയ്യണം. നമുക്ക് ആ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കൊല്ലം കൂടുതൽ ജീവിച്ചാലേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കൊല്ലം കൂടുതൽ ജീവിച്ചവന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാവും. കാരണം ഈ തന്ന ജീവിതത്തിനെയും തന്ന ആരോഗ്യത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് അല്ലാഹ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്ത് ചെയ്തു ഞാൻ എക്സ്ട്രാ ലൈഫ് എന്ന് പറയുന്നത്? പലർക്കും ലൈഫ് അള്ളാഹു ഓൾമോസ്റ്റ് എടുക്കാനായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാതെയും പലവർക്കും പല അനുഭവങ്ങളും നമ്മളെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളെ ജീവിതം ഓൾമോസ്റ്റ് എൻഡ് ചെയ്യുന്ന ആ എൻഡിൽ നിന്ന് തിരിച്ചു വീണ്ടും തുടങ്ങുന്നു. അള്ളാഹു നമുക്ക് തരുന്ന ആ നിഅമത്ത്, ആ ഔദാര്യം തരുന്നതാണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. അല്ലാതെ ഞാൻ എൻ്റെ ആരോഗ്യം കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ മസിൽ കൊണ്ടോ അല്ല ഞാൻ ജീവിച്ചു പോകുന്നത്. അള്ളാഹുവിന്റെ ഔദാര്യം, അത് അള്ളാഹ് ടെസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നതാണ്. അപ്പൊ നമ്മൾ ബീയിങ് ഇൻ ദിസ് കൺട്രി we have to influence others, not being influenced by others. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയും. നേരെ മറിച്ച് പലവരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടു കാണാം. അതായത് കുട്ടികൾ നേർമാർഗത്തിലല്ലാതെ വരിക, നമുക്ക് ഒരു കൺട്രോൾ കിട്ടുന്നില്ല, നമുക്ക് നമ്മളെ സ്വന്തം
ലൈഫിനെ അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ടിനെ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഇവിടം വിട്ടു പോവാനോ അല്ലെങ്കിൽ കുറച്ച് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോവാനോ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അത് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു സുന്ന അതനുസരിച്ച് ചെയ്യാം. അതൊരു കാര്യം ഈ മൈഗ്രേഷന്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ അസ്ഹാബുൽ കഹ്ഫ്, ഈ ചെറുപ്പക്കാരെ അവർ മൈഗ്രേറ്റ് ചെയ്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പോകാൻ പറ്റാതെ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിലും, അള്ളാഹുവിനെ പ്രൈവറ്റ് ആയിട്ട് വർഷിപ്പ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അവരുടെ ജീവന് ഒരു ത്രെട്ടായപ്പോൾ അവരവിടെ വിട്ടു പോകാനിട വന്നു. അങ്ങനെയാണ് അവരവിടുന്ന് ഈ ഗുഹയിൽ അഭയം പ്രാപിച്ചത്. വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് അവര് ആ ഗുഹയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ യാതൊരു കുഴപ്പം കൂടാതെ, യാതൊരു അപായമോ കേടുപാടോ ഒന്നും കൂടാതെ ഒരുപാട് കാലം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുഹയിൽ ഉറക്കിക്കിടത്തി. അതുപോലെ അവരെ സംരക്ഷിച്ചു. നമ്മൾ അന്ന് എക്സ്പ്ലോർ ചെയ്തു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കിയത് വെറും ഒരു ഉറക്കമല്ല. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഉറക്കത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നമ്മളെ ഇടത്തോട്ടും വലത്തോട്ടും ചെരിച്ചും മറിച്ചും അള്ളാഹു അറിയാതെ തന്നെ കിടത്തുന്നു, നമ്മളെ ശരീരത്തെ സൂക്ഷിക്കാൻ. അതുപോലെ ഈ 309 വർഷം കിടന്ന ഇവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവൻ അതുപോലെ പ്രിസർവ് ചെയ്തു. അവരുടെ ബോഡി, ഫിസിക്കൽ ബോഡി ചെരിച്ചും മറിച്ചും ഉറക്കി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച പോലെ തന്നെ അള്ളാഹു അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ആ എഴുന്നേൽപ്പിച്ച സമയത്ത് അവരിൽ പെട്ട ആ ലീഡർ അവരെ പുറത്തേക്ക് ഒരാളെ പറഞ്ഞയക്കുകയാണ്. അവരോട് നിങ്ങൾ ഒരാളോട് പുറത്തു പോയി ഭക്ഷണം വാങ്ങിക്കുവാനായിട്ട്. അങ്ങനെ ഭക്ഷണം നമ്മൾ പറഞ്ഞു, വെറും ഒരു ഭക്ഷണം എന്നല്ല പറഞ്ഞത്, അത് കുറച്ച് അതായത് തൊയ്യിബായിട്ടുള്ള നല്ലതായിട്ടുള്ള ഭക്ഷണം പോയി വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോ അതിൽ നിന്ന് നമ്മൾ ഒരു മീനിങ് നമ്മൾ അത് എടുത്തു. അള്ളാഹുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കണക്കിലെടുക്കണം. നമ്മൾ പറഞ്ഞിരുന്നു മുന്നേ, നമ്മളുടെ ബോഡി നമ്മൾ ഈ ദുനിയാവില് ജീവിക്കാനായിട്ട് ബോഡി നമ്മൾ പലതും കഴിച്ചും കണ്ടും കേട്ടും ഈ ബോഡി അങ്ങനെ കഴിച്ചു കൂട്ടും. അള്ളാഹുമായിട്ടുള്ള റിലേഷൻഷിപ്പുള്ള, അള്ളാഹു തന്നിട്ടുള്ള റൂഹ്, പിന്നെ തന്റെ നഫ്സ്, ഇതെല്ലാം അള്ളാഹുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ളതാണ്. അപ്പോ ഈ ബോഡി നമ്മൾ പ്രിസർവ് ചെയ്യുമ്പോൾ ഈ നമ്മളുടെ സോളിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ മൈൻഡിന് ഇഷ്ടപ്പെടുന്ന നല്ലതായിട്ടുള്ള തൊയ്യിബായിട്ടുള്ള നല്ല ഹലാലായിട്ടുള്ള നല്ലതായിട്ടുള്ള ഭക്ഷണമായിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. അതും അള്ളാഹുവിന്റെ റിലേഷൻഷിപ്പുമായിട്ടും അള്ളാഹു അക്സെപ്റ്റ് ചെയ്യുന്ന ദുആവുമായിട്ടും വളരെ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ചില എക്സ്ട്രീം ലെവലുകളുണ്ട്. ഏത് നിരക്കായി കഴിഞ്ഞാലും നമ്മളിൽ വരുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ചില പണ്ഡിതന്മാരുടെ നിഗമനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും നമ്മൾ സമ്പാദിക്കുന്ന പൈസയുടെയും അനുസരിച്ചായിരിക്കും നമ്മളുടെ ക്യാരക്ടറും നമ്മളുടെ കുടുംബത്തിന്റെ ക്യാരക്ടറും മറ്റുള്ളവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതും എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം. എന്തായി കഴിഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ സമ്പാദിക്കുന്നതും നമ്മൾ കഴിക്കുന്നതും ഇറ്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഹൗ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ റിലേഷൻഷിപ്പ് വിത്ത് അല്ലാഹ്. അപ്പോ അത് വളരെ കെയർഫുൾ. അപ്പൊ ഈ സന്ദർഭത്തിൽ അത് ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ലീഡർ തന്റെ കൂട്ടത്തിലുള്ള ഒരു യങ്ങായിട്ടുള്ള ഒരാളെ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പറഞ്ഞയക്കുമ്പോൾ ഒരു കാര്യം റിമൈൻഡ് ചെയ്തു. അതായത് വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് വലിയ തലത്തഫ് എന്ന് പറഞ്ഞു. ഇലൽ മദീനത്തി ഫൽയൻദുർ അയ്ഹാ അസ്കാ തുആൻ ഫൽയഅതികും ബിറിസ്കിൻ മിൻഹു വലിയതലത്തഫ് എന്ന് പറഞ്ഞു. വലിയതലഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കാൻ, ഡിസ്ക്രീറ്റ് ആവാ, സൂക്ഷ്മ. ആ വലിയതലത്തഫ് എന്ന് പറയുന്ന വാക്ക് ഈ ഖുർആനിലെ മിഡിലുള്ള വാക്കാണെന്നും ഞാൻ പറഞ്ഞു. അത് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ അത് നോട്ട് ചെയ്യുക. ഞാൻ കുറെ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ വാക്ക്, അതായത് ഒരു കാര്യം ഒരു മുഅ്മിനായി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിൽ അർപ്പിക്കണം. അതായത് തവക്കൽ ഉണ്ടായിരിക്കണം. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ അർപ്പിക്കണം. കാരണം മുഅ്മിൻ എത്തുമ്പോൾ അതൊരു മുസ്ലിമിൽ നിന്നും വീണ്ടും തിരിച്ച് അടുത്ത സ്റ്റേജ് മുഅ്മിനാവുമ്പോൾ ആ ഖദർ, അള്ളാഹുവിന്റെ ഖദറിൽ നന്നായിട്ട് വിശ്വസിക്കണം. അതാണ് അടുത്ത ലെവലിൽ എത്തുമ്പോൾ. എല്ലാം വരുന്നത് ഖൈർ വ ശർരി ബിമശിയത്തില്ല, അള്ളാഹുവിൽ നിന്നാണ് എല്ലാ ഖൈറും ഷെറും വരുന്നത് എന്ന് വെച്ച് ഒരു മുഅ്മിന് ഒരിക്കലും ഒരു സ്റ്റുപ്പിഡിറ്റി കാണിക്കാൻ പാടില്ല, ഒരു സ്റ്റുപ്പിഡ് ആവരുത്.
അതായത് മുഅ്മിൻ എല്ലാം നമ്മൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, അള്ളാഹു അങ്ങനെയാണെങ്കിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അള്ളാഹു ഭക്ഷണം തന്നൂടെ? തവക്കൽ അലല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് വളരെ സിവിയർ ആയിട്ടുള്ള വെതർ വരുമ്പോൾ തവക്കൽ അലല്ലാ എന്ന് പറഞ്ഞ് പുറത്തു പോയിരിക്കുന്നതിൽ കാര്യമില്ല. ഒരു മുഅ്മിൻ എപ്പോഴും വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം. ഏത് കാര്യത്തിലും അള്ളാഹു മുന്നിൽ ഉണ്ടായിരിക്കണം. അതേസമയം അള്ളാഹുമായിട്ട് ദുആ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപകടം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം, എല്ലാ മുൻകരുതലുകളും എടുക്കണം. എന്നിട്ടായിരിക്കണം അള്ളാഹുമായിട്ട് തവക്കൽ ആക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഭക്ഷണം അള്ളാഹു തരും എന്ന് പറഞ്ഞ് ഞാൻ ജോലിക്ക് പോവാതെ ഇരുന്നാലോ, അല്ലെങ്കിൽ അള്ളാഹു കാത്തോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ എന്തിലേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞാലോ അതെല്ലാം ഒരു സ്റ്റുപ്പിഡിറ്റിയാണ്. നമ്മളെപ്പോഴും അള്ളാഹുമായിട്ടുള്ള തവക്കൽ അല്ലെങ്കിൽ ഖദറിനെ വിശ്വസിക്കേണ്ടത് എപ്പോഴും നമ്മുടെ പാട്ട് നമ്മൾ ചെയ്തിരിക്കണം, എന്നിട്ടായിരിക്കണം അള്ളാഹുവിൽ അർപ്പിക്കേണ്ടത്. നമ്മൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. അപ്പോഴേ അള്ളാഹുവിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്, ഖുർആനിൽ തന്നെ പല ഉദാഹരണങ്ങളുണ്ട്. അതായത് അമ്പിയാക്കളാണെങ്കിലും ആരാണെങ്കിലും അവരോട് പോലും വെറുതെ ഇരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ആക്ഷനിൽ കൂടെ മാത്രമേ അള്ളാഹു കാണിക്കാൻ പറ്റുള്ളൂ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് അതിൽ വരും എന്നും പറഞ്ഞിട്ട്, നിഅമത്ത് വരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിലൊന്നും ഒരു കാമ്പില്ല. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം, ഇവര് ഈ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ വലിയ തലത്തഹ് എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കാരണം വെറുതെ നേരെ അള്ളാഹു കാത്തോളും എന്ന് പറഞ്ഞിട്ട് ഇവരൊരിക്കലും അവിടെ നിന്ന് കഴിച്ചുകൂട്ടില്ല. അവര് രക്ഷപ്പെടുക, ദുആ ചെയ്ത് അവര് രക്ഷപ്പെടാൻ നോക്കി, ഗുഹയിൽ അഭയം പ്രാപിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി. വീണ്ടും അവര് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവർക്കറിയില്ല എത്ര കാലം ഉറങ്ങിയെന്ന്. എന്നാലും ഭക്ഷണത്തിന് വേണ്ടി പുറത്തു പോയപ്പോഴും അവര് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ആ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. നമുക്ക് അള്ളാഹുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അപ്പൊ അത് ഈ സന്ദർഭത്തില് നമുക്ക് വീണ്ടും അത് ഓർമ്മിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സെന്റൻസ് നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك عثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. അതായത് وكذلك عثرنا عليهم ليعلموا أن وعد الله حق. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കിയ പോലെ തന്നെ അവരെ എഴുന്നേൽപ്പിച്ചു. ഇവര് ഉറങ്ങുന്ന ഈ പുറത്തേക്ക് പോകുമ്പോൾ ഈ വളരെ സൂക്ഷിക്കണം, മറ്റുള്ളവർ കാണരുത്, കണ്ടു കഴിഞ്ഞാൽ അവർ കൊന്നുകളയും എന്ന് പറഞ്ഞു. അത് അവരുടെ നിശ്ചയം. അവർക്കറിയില്ല അള്ളാഹു എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന്. എപ്പോഴും അള്ളാഹുവിന്റെ പ്ലാന് ഒരാൾക്കും അറിയില്ല. അപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പുറത്തുപോയി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ രഹസ്യം പുറത്തറിയരുത് എന്ന് പറഞ്ഞ് ഈ യുവാക്കൾ പരിശ്രമിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. കാരണം ഇവരെ പുറത്തറിഞ്ഞാലല്ലേ അള്ളാഹുവിന്റെ ആ വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന സ്സാഅത ലാ റൈബ ഫീ, അള്ളാഹുവിന്റെ ആ വാഗ്ദാനം. എന്താണ് അള്ളാഹുവിന്റെ വാഗ്ദാനം? 2 വാഗ്ദാനങ്ങൾ ഇതിൽ നമുക്ക് കാണാം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത്. അത് അള്ളാഹുവിന്റെ വാക്കാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിച്ചു. 2, അന്ന് ആ കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഈ ലൈഫ് ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ആ നാളിനെ കുറിച്ച്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കാം അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കാം എന്നുള്ള ആ അന്ത്യനാളിന്റെ അങ്ങനെയുള്ള ഇതിനെ കുറിച്ച് വളരെ ഡീവിയേറ്റ് ചെയ്തിരുന്ന, അങ്ങനെ അത്രയും ഇതില് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്. അവർക്ക് കൂടിയിട്ടുള്ള ഒരു റിപ്ലൈ ആയിരുന്നു ഇത്. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്. അതായത് അന്ത്യസമയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഡേയ്സിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ഒരു ഡൗട്ടും വേണ്ട, അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ചെറുപ്പക്കാര്, യുവാക്കള്
അവരാരും അറിയരുത് എന്ന് പറഞ്ഞ് അവരവരുടെ ആ രഹസ്യങ്ങൾ കീപ്പ് ചെയ്യാൻ നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം വകദാലിക അഅ്സർനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്, അതായത് അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ് എന്ന് കാണിക്കലാണ് അള്ളാഹുവിന്റെ തീരുമാനം. വഅന്ന സഅത ലാ റൈബ ഫീഹ, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അവർക്ക് വെളിവാക്കി കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്ത്, ഇവർ ഈ കൊണ്ടുപോയിട്ടുള്ള ഈ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുള്ള ആ നാണയം വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ചു. ഇവര് ഈ നാണയവുമായിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ പോയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതാണ്. അപ്പൊ എന്തായി കഴിഞ്ഞാലും ഈ നാണയം കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യും, അതായത് ഇത് എവിടുന്ന് വന്നു. മാത്രമല്ല ഈ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പുറത്തു പോയപ്പോൾ കംപ്ലീറ്റ്ലി ആ സിറ്റി കംപ്ലീറ്റ്ലി മാറിയിരുന്നു. അതായത് ആ സിറ്റി ഒന്നും ആർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ സിറ്റി, എല്ലാതും മാറിയിരുന്നു. എന്നിട്ട് ഈ നാണയവുമായിട്ട് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കാം, ഇത് ഇങ്ങനെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം വാങ്ങിക്കണം. പക്ഷെ അങ്ങനെ ഒരു സ്ഥലം കാണുന്നേ ഇല്ല. വീണ്ടും അവരത് അടുത്ത ഈ വ്യക്തി ഈ യുവാവ് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലായിട്ട് ഭക്ഷണത്തിന് വേണ്ടി നടന്നു. അവസാനം ഒരു ഷോപ്പ് കീപ്പറുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ, ഈ നാണയം കാണിച്ചപ്പോൾ വളരെ അതിശയത്തോടു കൂടി ചോദിച്ചു, നീ ഇത് ഏതെങ്കിലും ഒരു ട്രഷർ നിന്ന് എടുത്തതായിരിക്കാം. അപ്പൊ പറഞ്ഞു, ഇല്ല, ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്നതാണ്, ഞാനിവിടെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈ ഷോപ്പ് ഓണർ ഒരു അവിടെ ഇരുന്ന ഗവർണറെ വിളിച്ചു വരുത്തി ഈ നാണയം കൈമാറുകയും ചെയ്തു. അങ്ങനെ ആ നാണയം തിരിച്ചു മറിച്ച് എല്ലാവരും വളരെ അത്ഭുതത്തിലാണ് നോക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഉണ്ടായിരുന്നതാണ് ഇവിടെ, ഈ ദക്യാനുസ് എന്ന് പറയുന്ന ആ കിങ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്, ഞാൻ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ദക്യാനുസ് ഒരുപാട് വർഷങ്ങൾ സെഞ്ചുറീസ് മുന്നേ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഇവര് അവിടെ ഉണ്ടായിരുന്ന കിങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയി, കിങ് തെഡോസിസ് എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന കിങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഈ കിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തപ്പോൾ ഈ അക്കോർഡിംഗ് ടു ദ ഹദീസ് ആൻഡ് സ്കോളേഴ്സ് ഈ കിങ് ഒരു ബിലീവർ ആയിരുന്നു, സത്യത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരു ബിലീവർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം ഇവരെയും കൂട്ടി ഗുഹയിലേക്ക് പോയി. ഇനി പിന്നെ നമുക്ക് അടുത്ത ലൈനിൽ അത് കാണണം. അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരുന്നു? മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. എന്തിനാണ്? അള്ളാഹുവിന്റെ വാഗ്ദാനം നിറവേറ്റാൻ. അള്ളാഹു ഇവരെ സംരക്ഷിക്കും 309 വർഷം. അതായത് അത്രയും പീരിയഡ്സിൽ ഒരുപാട് റൂളേഴ്സ് അവിടെ മാറി, അള്ളാഹുവിനെ നിരസിച്ചിരുന്ന റൂളേഴ്സ് മാറിയിട്ട് ആക്സെപ്റ്റ് ചെയ്യാവുന്ന റൂളേഴ്സ് എത്തി. അതുവരെ അള്ളാഹു അവരെ പ്രിസർവ് ചെയ്തു. പിന്നെ മറ്റൊരു വാഗ്ദാനം, അന്ത്യസമയങ്ങളിൽ വിശ്വസിക്കാത്തവർക്ക് ഇതൊരു തിരിച്ചടിയായി. ഇത് യതനാസഊന ബൈനഹും അംറഹും ഫഖാലു ബിന അലൈഹിം ബുനിയാന റബ്ബുഹും അലം ബിഹിം ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം ലനതഖദന അലൈഹിം മസ്ജിദ. പിന്നീട് അവര് അവിടെ ഈ വന്നപ്പോ, അതായത് ഈ കിങ്ങും ഗവർണറും ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് ഈ എല്ലാവരും കാണാനായിട്ട് ഗുഹയുടെ അകത്തേക്ക് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് അവരുടെ ജീവനെടുക്കുകയും അവർ മരിക്കുകയും ചെയ്തു. പിന്നീട് ഉള്ള ഈ ഒരു സെന്റൻസ് നമുക്ക് വളരെ ഉപകാരമുള്ള, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അറിയാവുന്ന പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കുള്ള ഒരു ചോദ്യചിഹ്നമാണ്. ഇത് യതനാസഊന ബൈനഹും അംറഹും ഫഖാലു ബിന അലൈഹിം ബുനിയാന. പിന്നീട് അവരെ തർക്കം എന്തായി? സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു നല്ല ആൾക്കാർ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കണം, സ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലും കെട്ടിപ്പടുക്കണം. അപ്പോൾ അതിലുള്ള ആൾക്കാരുടെ പലരുടെ ഒപ്പീനിയൻ അവർ തമ്മിൽ തർക്കമായി. അതായത് ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കണം, അതായത് ബുനിയാന ഖാലുബിനു അലൈഹിം ബുനിയാന, എന്തെങ്കിലും അവിടെ നിർമ്മിക്കണം അവരുടെ പേരിൽ. അപ്പോ ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം ലനതഖദന അലൈഹിം മസ്ജിദ, ഒന്നുകില് അവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. അപ്പൊ ഇതിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകും. അവരുടെ മേലെ ഒരു പള്ളി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കെട്ടിടം ഉണ്ടാക്കാം. അപ്പൊ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഹദീസ് നമുക്ക് പല തെളിവുകളും ഉണ്ട്. ലഅന അല്ലാഹുൽ യഹൂദ വന്നസാറ തഖദു ഖുബൂറ അൻബിയാഇഹിം വസാലിഹിം മസാജിദ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല കേഴ്സ് ചെയ്തിരിക്കുന്നു ജൂതന്മാരെയും ക്രിസ്ത്യൻസിനെ. അവരുടെ അന്ന് കാലത്ത് ഇവരുടെ ആ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ അമ്പിയാക്കള്, അവരുടെ റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ
അവരുടെ ആ ഖബറിന് മുകളിലായിട്ട് അവര് പള്ളികള്, ചർച്ചുകള് അല്ലെങ്കിൽ അങ്ങനെയെല്ലാം കെട്ടിപ്പൊക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഒരിക്കലും ഒരു ഖബറും പള്ളിയും കൂടിയിട്ട് ഒന്നിച്ചാവാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്കറിയാം നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം, ഒരിക്കലും ഖബറും പള്ളിയും കൂടെ മിക്സ് ചെയ്യരുത്. അതായത് ഖബർ വേറെ പള്ളി വേറെ. അത് പള്ളിയുടെ അടുത്ത് ഖബർ ഉണ്ടായിരിക്കാം, നമ്മളെ നാട്ടിൽ കാണുന്ന അത് പർപ്പസ് ഇസ് ഡിഫറെന്റ്. മറ്റത് അങ്ങനെയല്ല. നമുക്കറിയാം അടുത്ത സെക്കൻഡ് ഫേസും നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടില്. പക്ഷെ അത് പാടില്ലാത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, അള്ളാഹ് വിൽ കേഴ്സ് ദോസ് പീപ്പിൾ. അപ്പൊ അത് നമുക്കും അത് ബാധകമാണ്. അപ്പൊ ഇവരങ്ങനെ തർക്കിച്ചുകൊണ്ടായിരുന്നു. ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖദന അലൈഹിം മസ്ജിദ. അവിടെ നമുക്ക് ഈ ആൾക്കാർ മരിച്ചതിന്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാം എന്നൊക്കെ അങ്ങനെ തർക്കങ്ങൾ നടന്നു. സയഖൂലൂന സലാസത്തും റാബിയഹും കൽബും. പിന്നീട് അടുത്ത സെന്റൻസിൽ വരുന്ന, അപ്പൊ ആദ്യത്തെ തർക്കം ഇവരെ കണ്ടെത്തി, അവര് അതിന് ശേഷം വന്നപ്പോ പിന്നീട് പല തർക്കങ്ങളുമാണ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കാം. അതായത് ഒന്ന്, അവിടെ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്, പള്ളി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു വേറെ ബിൽഡിംഗ് ഉണ്ടാക്കാം, അതും അതിന്റെ മേലെ തന്നെ ആവാം, അങ്ങനെ പല തർക്കങ്ങളും കഴിഞ്ഞു. അടുത്തത് പിന്നെ അവരുടെ നമ്പേഴ്സിലായി. അതായത് ഇത് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത കാര്യം പറയുന്നത്, ഇതെല്ലാം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് എന്താണ് സംഭവിച്ചത്, ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ സ്റ്റോറി എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതനുസരിച്ച് ആ സ്റ്റോറിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിച്ചു കൊടുക്കുന്നത്. ആ സ്റ്റോറി വെറുതെ ആരാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് മാത്രമല്ല പറഞ്ഞത്. അവരൊരിക്കലും ഇതിന്റെ നമ്പേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അവരാകെ ചോദിച്ചത് അസ്ഹാബുൽ കഹ്ഫ്, ഈ ഗുഹാവാസികളുടെ സ്റ്റോറി എന്താണ് എന്നാ ചോദിച്ചുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ ആ മിറക്കിൾ, ഈ പരിശുദ്ധ ഖുർആന്റെ ആ മിറക്കിൾ ഒന്ന് നോക്ക്. അതായത് അള്ളാഹു ഒരിക്കലും അവിടെ പറഞ്ഞു വെച്ച് നിർത്തുന്നില്ല, തന്റെ നബിയെ അതിൽ മാത്രമായിട്ട് സംതൃപ്തിയാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്, എന്തൊക്കെയാണ് അവരുടെ നമ്പേഴ്സ് എന്താണ് ഒരു പരിധി വരെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇടിയുന്നു. സയഖൂലൂന സലാസത്തും റാബിയഹും കൽബുഹും വയഖൂലൂന ഖംസത്തും സാദിസും കൽബും. അതായത് കുറച്ച് ആൾക്കാർ പറഞ്ഞു, അതിലുള്ള പല വിഭാഗങ്ങളുണ്ട്. ഇതിലിപ്പോ ജ്യൂസ് ഉണ്ടാവും, പിന്നെ ക്രിസ്ത്യൻസ് ഉണ്ടാവും, ഇവരെല്ലാവരും ഉണ്ടാവും. അതിലെ 3 ആൾക്കാരാണ് ഇതില് അസ്ഹാബുൽ കഹ്ഫ്, 3 ആൾക്കാരാണ്. 4-മത്തത് അവരുടെ നായയാണ് എന്നൊരു വിഭാഗം. അത് അക്കോർഡിംഗ് ടു ദി സം സ്കോളേഴ്സ്, ഈ ഫസ്റ്റിൽ ആ സയഖൂലൂന സലാസത്തും റാബിയും കൽബും, അതായത് 3ഉം 4-മത്തെ നായയാണെന്ന് പറഞ്ഞത് ക്രിസ്ത്യൻസ് ആണെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. വയഖൂലൂന ഖംസത്തും സാദിസും കൽബും എന്ന് പറഞ്ഞ 5ആണ്, അത് 6-മത്തത് നായാണെന്ന് പറഞ്ഞത് ജ്യൂസ് ആണെന്നാണ് അക്കോർഡിംഗ് ടു. പക്ഷെ നമുക്കത് ആരെന്ത് പറഞ്ഞു എന്ന് നമുക്ക് അറിയേണ്ടില്ല, നമ്പേഴ്സും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അത് നെക്സ്റ്റ് സെന്റൻസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ സയഖൂലൂന സലാസത്തും റാബിയും കൽബും, അതില് കുറച്ച് ആൾക്കാർ പറഞ്ഞത് 3 ആൾക്കാരാണ്, അവരിൽ 4-മത്തത് നായാണ്, കൽബാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വയഖൂലൂന ഖംസത്തും സാദിസുഹും കൽബുഹും, അതായത് കുറച്ച് വിഭാഗം ആൾക്കാർ പറയുന്നത് 5 ആൾക്കാരാണ്, 6-മത്തത് നായാണെന്ന് ഒരു വിഭാഗം പറയുന്നു. റജ്മൻ ബിൽ ഗൈബ്, അവരൊക്കെ വെറുതെ അറിയാത്ത കാര്യങ്ങൾ, ഗൈബാണ്, അതായത് ഊഹപ്രകടനം അല്ലെങ്കിൽ ഒന്നും അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. അല്ലാതെ ഒരു ലൈ അല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള, ഗൈബ് എന്ന് പറയുമ്പോൾ അദൃശ്യമായിട്ടുള്ള മറഞ്ഞു നിൽക്കുന്ന കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നടന്നിട്ടുണ്ട് നബിയെ, അവർക്ക് പോലും ശരിയായിട്ടുള്ള നമ്പേഴ്സ് അറിയില്ല. എന്നിട്ടാണോ അവർക്ക് യഥാർത്ഥത്തിലുള്ള കഥ അവർക്ക് അറിയില്ല, എന്നിട്ടാണോ എന്റെ നബിയെ അവര് ഈ കഥ അറിയോ എന്ന് പറഞ്ഞു ചോദ്യം ചെയ്യുന്നത്. റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബഅത്തും വസാമിനുഹും കൽബും. വേറൊരു വിഭാഗം പറയുന്നത് 7 പേരാണ്, 8-മത്തത് അവരുടെ നായയാണെന്ന് ഒരു വിഭാഗം പറയുന്നു. അവിടെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെജോറിറ്റി ഓഫ് അവർ സ്കോളേഴ്സ് ആർ സെയിങ്, പറയുന്നത് 7 ആൾക്കാരാണ് അസ്ഹാബുൽ കഹ്ഫ്. പിന്നെ ബിലീവ് ചെയ്യാവുന്ന വേറെയും ക്രിസ്ത്യൻ വേർഷനിൽ തന്നെ പല സ്റ്റോറീസും ഉണ്ട്. അവരുടെ ബുക്കിലും പറയുന്നത് 7ഉം 1 നായ എന്നുള്ളതാണ്. അപ്പോ 7 സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. 7 സ്ലീപ്പേഴ്സ് ഓഫ്
തെഡോസിസ് എന്താ പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് അനുസരിച്ചും ഇത് 7 എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പൊ 7 മെജോറിറ്റി പീപ്പിൾ ആക്സെപ്റ്റിംഗ് ദാറ്റ്. 7 യങ് ആൾക്കാരായിരുന്നു. വയഖൂലൂന സബഅത്തും വസാമിനും കൽബും. പിന്നെ 8th one is their dog. ഖുൽ റബ്ബി അഅലമു ബിഇദ്ദത്തി മാ യഅലമുഹും ഇല്ലാ ഖലീൽ. അതായത് നബിയെ നിങ്ങൾ പറയുക, അവരുടെ എണ്ണത്തെക്കുറിച്ച് എന്റെ രക്ഷിതാവിന് മാത്രമേ ശരിക്കറിയാവൂ. അതാണ് അതിന്റെ ബോട്ടം ലൈൻ. അതായത് 3 4 എന്നുള്ള നമ്പർ അല്ല. നബിയെ നിങ്ങൾ പറയുക, അവരുടെ നമ്പറിനെ കുറിച്ച് നിങ്ങൾ പറയുക. ഖുൽ റബ്ബി അഅലമു ബിഇദ്ദത്തിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. അതായത് എന്റെ റബ്ബിന്, എന്റെ രക്ഷിതാവിന് മാത്രമേ അതിന്റെ ശരിയായിട്ടുള്ള നമ്പേഴ്സ് അറിയുള്ളൂ, അല്ലാതെ അവരെ കുറിച്ച് മറ്റൊന്നും അറിയുന്നതല്ല. അപ്പം ഇതിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്തിലൂടെ ഓരോ ആയത്തിലും പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ടീച്ച് ചെയ്യുന്നുണ്ട്. അതായത് നബിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒപ്പം തന്നെ നബിയോട് പല കാര്യങ്ങളും അത് ഇങ്ങനെയാണെന്ന് പറയും മാത്രമല്ല, എന്നിട്ട് അതിന് ഒരു തമ്പ്രൂള് പോലെ ഇടുന്നുണ്ട്. അതായത് ഖുൽ റബ്ബി അഅലമു ബിഇദ്ദത്തിഹിം മാ യഅലമുഹും, അവരോട് പറയുക ശരിയായിട്ടുള്ള നമ്പർ എന്റെ രക്ഷിതാവിന്റെ അടുത്താണ്, അത് സീക്രട്ടാണ്. അത് അക്കോർഡിംഗ് ടു മെജോറിറ്റി ഓഫ് ദ സ്കോളേഴ്സ് ആ നമ്പേഴ്സ് ഒരിക്കലും കറക്റ്റ് ആയിട്ട് ഒന്നിലും പറഞ്ഞിട്ടില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. അതായത് എന്നിരിക്കെ അവരുടെ ആ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ തരത്തിലുള്ള ഒരു തർക്കമല്ലാതെ നീ തർക്കിക്കരുത്. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ. ഇവിടെ ഈ ബാഹിർ എന്ന് പറയുന്ന അല്ലെ, ഈ സെന്റൻസിന് ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ 2 അഭിപ്രായങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു പറയാണ് ഖുൽ റബ്ബി അഅലമു ബിഇദ്ദത്തിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീല. അതായത് നബിയെ നിങ്ങൾ പറയുക, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല, എന്റെ രക്ഷിതാവിനെ അറിയുള്ളൂ. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ. എന്നിരിക്കെ അവരുടെ ആ വിഷയത്തില് നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. അതായത് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, അറിയാത്ത കാര്യങ്ങൾ നബിയെ നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. അതൊരു മീനിങ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള മീനിങ്. കാരണം ഇത് നബിയുടെ അടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ തർക്കിക്കേണ്ടതില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ പരിമിതിയിലുള്ള, അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ വഹദാനിയ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ പ്രസൻസ്, അള്ളാഹുവിന്റെ എക്സിസ്റ്റൻസ്, അള്ളാഹുവിന്റെ ആ ശക്തി അത് പ്രൂവ് ചെയ്യുമ്പോൾ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇതൊരു മക്കൻ സൂറയാണ്. അപ്പോ കൂടുതലും ആ തൗഹീദിനെ ബലപ്പെടുത്താനായിട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ പല അറിയാത്ത കാര്യങ്ങൾ, അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്നും മക്കളുണ്ടെന്നും എല്ലാം അതിനെ അള്ളാഹുവിന്റെ ആ കേഴ്സ് ചെയ്യുന്നത് നമ്മൾ പല സെന്റൻസും നമ്മൾ ഖുറാനിലെ പല ആയത്തും എടുത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പൊ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, ആരോടാണെങ്കിലും നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയരുത്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വായ തുറക്കുമ്പോൾ അത് നമ്മൾ എഴുതപ്പെടും. എന്ത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതും അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നബിയുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇല്ല മിറാഅൻ ളാഹിറ. അത് ഒരിക്കലും ഒരു തർക്കത്തിലേക്ക് എടുക്കരുത്. പിന്നെ വേറെ ഒരു മീനിങ് ഉള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യവിശ്വാസിയാണ്. അപ്പോ അവരുടെ ആ മെന്റൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ ഇതെല്ലാം അള്ളാഹു കൂടുതൽ കണക്കിലെടുക്കുന്നതാണ്. അള്ളാഹുവിനെ ഇല്ലാത്ത ഒരാളെക്കാളും ഉള്ളതിലുള്ള ഒരാളെയാണ് അള്ളാഹുവിന് ഏറ്റവും കാര്യം. അപ്പൊ നമ്മളുടെ ലൈഫ്, നമ്മൾ ആ ഫിസിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ്, നമ്മളുടെ ആ കണ്ടീഷൻസ് പ്രിസർവ് ചെയ്യല് അള്ളാഹുവിനും കൂടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഒരു ലിമിറ്റ് വരെ മറ്റുള്ളവരോട് നമ്മളുടെ റിലീജിയനെ കുറിച്ച് പറയാനും പാടുന്നുള്ളൂ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ ഇമോഷണൽ ആവാനോ നമ്മൾ ആരോടാണെങ്കിലും ഇതൊരിക്കലും നമ്മളുടെ പരിധിയിൽ പെട്ടതല്ല. നമ്മളുടെ ആകെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വി ഹാവ് ടു എക്സ്പ്ലെയിൻ, ടെൽ ദം വാട്ട് ഇറ്റ് ഈസ്. അതല്ലാതെ അതിനുശേഷം ഉള്ള കാര്യങ്ങൾ നമ്മളുടെ പരിധിയിലില്ല. അത് നമ്മൾ ഇമോഷണൽ ആവാനോ അതൊരു പേഴ്സണൽ ആയിട്ട് എടുത്ത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആവാനോ അതിന്റെ ആവശ്യമല്ല. ഇത് നബിയുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ നമുക്കും ഇതിനേക്കാളും മച്ച് അതായത് ഒരു പ്രോഫറ്റ് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള ആ പ്രോഫറ്റിനോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഒരു ലിമിറ്റ് വിട്ട് പോകേണ്ടതില്ല, നിങ്ങളിത് ഒരു ഇന്റേണൽ ആയിട്ട് എടുക്കേണ്ടതില്ല. ജസ്റ്റ് ടേക്ക് ലാഹിറ, അതിന്റെ ഓപ്പോസിറ്റ് ബാത്തിന് ഇത് എടുക്കുന്നത് ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഒരു
ഔട്ട്സൈഡ് ഇത് എടുത്താൽ മതി. വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യം നിങ്ങൾ അത് മനസ്സിലെടുത്ത് എടുക്കേണ്ടതില്ല. അപ്പൊ അതൊരു സെക്കൻഡ് മീനിങ്. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. അവരുടെ കാര്യത്തില് അവരില് നിങ്ങൾ തീരുമാനം ആവശ്യപ്പെടുകയും ചെയ്യരുത്. ജനങ്ങളിൽ ഒരാളോടും നിങ്ങൾ തീരുമാനം ആവശ്യപ്പെടരുത്. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ, ഈ അവർ എന്ന് പറയുന്നത് ഈ ജൂസും ക്രിസ്ത്യൻസിനെ, അതായത് ഈ നബി അള്ളാഹുവിന്റെ ആ മാർഗത്തിൽ പെടാത്ത ആൾക്കാർ, മറ്റുള്ളവരോട് പോയിട്ട് അവരോട് നിങ്ങൾ പോയിട്ട് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യരുത്. അവരുടെ ചോദ്യം ചെയ്യലിൽ നിങ്ങൾ ഉത്തരം കൊടുക്കാനും നിൽക്കരുത്. ഇതിനെക്കുറിച്ചല്ല അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ് മാറണം എന്നാണ്. അതാണ് ആയ നമ്പർ 22 ഇൻഷാല്ലാ അവിടെ നിന്നത്. വലാ തഖൂലന്ന ലിശൈഇൻ മിന്നി ഫാഇലുൻ ദാലിക ആയ നമ്പർ 23. അപ്പോ അടുത്ത സെന്റൻസ്, ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സൂറ ഞാൻ കൂടുതലും ആദ്യത്തിലെ ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നു. നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിനുള്ള ഇതൊരിക്കലും ഈ സൂറ മറ്റുള്ള സൂറ പോലെ അങ്ങനെ ഒരു മാറ്റി വെച്ച് കാണേണ്ടതല്ല. ഇത് നമ്മളുടെ ലൈഫിന് എടുത്തിട്ട് അന്ന് ഡെയിലി ലൈഫിന് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളത്, ഇതെല്ലാം നമ്മളുടെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെയും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത സെന്റൻസ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ. അതായത് ഒരു കാര്യത്തെക്കുറിച്ചും ഞാനത് നാളെ ചെയ്യാമെന്ന് നിശ്ചയമായി പറഞ്ഞു പോകരുത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ. അതായത് ഒരിക്കലും ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് ചേർക്കാതെ ഒരിക്കലും നിങ്ങൾ ഞാൻ അത് നാളെ ചെയ്യും എന്ന് നിശ്ചയമായും പറഞ്ഞു പോകരുത്. ആരോടാണ് ഇത് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ അടുത്ത്. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് പിന്നിലേക്ക് പോയി നോക്കണം. അതായത് ഈ സൂറ ഇറങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന്റെ എന്താ പറയാ, ഒരു പശ്ചാത്തലം ഈ സൂറ ഇറക്കി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖുറൈശ് അവര് ഈ ജൂതന്മാരെ ജൂസ് പറഞ്ഞതനുസരിച്ച് അവർ 3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആരാണ് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സ്റ്റോറി എന്താണ്, പിന്നെ റൂഹ് എന്താണ്, ദുൽഖർനൈൻ ആരാ, ഇതെല്ലാം. അപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത്, ഖുറൈശിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇത് നബിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞു തരാം, തീർച്ചയായും ഞാൻ നാളെ പറഞ്ഞു തരാം. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അതുകൊണ്ട് എന്തുണ്ടായി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ തന്റെ ആ നബിയുടെ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഇതില് മിസ്റ്റേക്ക് വന്നില്ല. കാരണം നബിക്ക് എന്നും വഹി വരും, നബിയുടെ അടുത്ത് ജിബ്രീൽ വരും, പറഞ്ഞെത്തിക്കും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ആണ്. പക്ഷെ അള്ളാഹുവിന്റെ വഹി എന്ന് പറയുന്നത് നബിക്ക് ആവശ്യമുള്ളപ്പോഴല്ല വഹി, അള്ളാഹുവിന് ആവശ്യമുള്ളപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നത്. എന്ന് വെച്ച് ഡിമാൻഡ് ചെയ്യുമ്പോൾ വഹി എത്തൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അതിന് പകരം നാളെ മറുപടി പറയാം, നാളെ ഐ വിൽ ഗിവ് യു റിപ്ലൈ ടുമോറോ എന്ന് പറഞ്ഞു. അതനുസരിച്ച് അത് 1 ദിവസം കാത്തു, 2 ദിവസം കാത്തു. അക്കോർഡിംഗ് ടു മെജോറിറ്റി ഓഫ് ദ സ്കോളേഴ്സ് 15 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ജിബ്രീൽ ഈ സൂറത്തും പിന്നെ ബനി ഇസ്രായേലും സൂറ കൂടെ ഇറക്കി വന്നത്. അപ്പൊ അള്ളാഹു ഇവിടെ പറഞ്ഞിട്ട് ഇത്രയും എത്തി, ഈ സെന്റൻസ് എത്തിയിട്ട് അള്ളാഹു പറയാണ് വലാ തഖൂലന്ന ലിശൈഇൻ മിന്നി ഫഅലുൻ ദാലിക ഗദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു ഇതിലൊരു ലെസണും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരിക്കലും ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഞാനത് നാളെ നിശ്ചയമായും ഞാൻ ചെയ്യും എന്ന് ഒരിക്കലും പറഞ്ഞു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇല്ല അൻ യശാ അല്ലാഹു വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിനി റബ്ബി ലിഅഖ്റബ മിൻ ഹാദാ റഷദ. അല്ലാഹു ഉദ്ദേശിക്കുന്നതായാൽ എന്ന് ചേർക്കണം, ഇൻഷാ അല്ലാഹ് ചേർക്കണം. ഒരിക്കലും ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് നമ്മളുടെ വാക്കിൽ, നമ്മളുടെ വായിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് പറയണം. നമ്മള് സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പോ നോൺ മുസ്ലിമിനായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞിരിക്കണം. അവർക്ക് ഇൻഷാ അല്ലാഹുടെ മീനിങ് അറിയില്ല. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വരോ, യാ ഇൻഷാ അല്ലാഹ് ഐ വിൽ ബി ദർ, ഓർ ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ്. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നിട്ടുണ്ടെങ്കിലും അത് പിന്നീട് നമുക്ക് പറയാം. അത് നമ്മൾ ആക്സിഡന്റലി ഇൻഷാ അല്ലാഹ് പറയാൻ മറന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക്
അത് ഓർമ്മ വന്നാൽ ഉടനെ ഇൻഷാ അള്ളാ പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ബിസ്മി പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാ ഓർമ്മ, നമ്മളിപ്പോ കഴിക്കുമ്പോൾ ബിസ്മി പറയണം, നമ്മൾ ദുആ ചെയ്യണം. അപ്പൊ ബിസ്മി, അറ്റ്ലീസ്റ്റ് ആ ബിസ്മി നമ്മൾ പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണ് അത് ഓർമ്മ വന്നോ ഞാൻ ബിസ്മി പറഞ്ഞില്ല, ഉടനെ ഇമ്മീഡിയറ്റ്ലി വെനെവർ യു റിമെമ്പർ. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ എന്താ പറയാ ദയാലുവാണ്. അള്ളാഹുവിന്റെ ആ റഹ്മ, അള്ളാഹുവിന്റെ ആ കരങ്ങൾ, തന്റെ ആ സൃഷ്ടാവിന്റെ കരങ്ങൾ എപ്പോഴും അത് നിവർത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാറ്റിനും എന്ത് ചെയ്താലും മാപ്പ് തരുന്നവനാണ്. അപ്പൊ നമ്മളിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് അള്ളാഹുവിന് അറിയാം. നമുക്കിത് നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ആ ബലഹീനത, അല്ലെങ്കിൽ നമുക്കുള്ള ആ ശക്തിക്കുറവ്, അതിൽ നിന്ന് വരുന്ന ആ മിസ്റ്റേക്ക് അള്ളാഹു അത് സ്വീകരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴാണ് അത് ഓർമ്മ വരുന്നത്? ബിസ്മി പറയാൻ മറന്ന് ഓർമ്മ വന്നാൽ ഉടനെ ബിസ്മി പറയാം. ഇൻഷാ അള്ളാ പറയാൻ മറന്ന് ഉടനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെലിബറേറ്റ്ലി ആവരുത്, എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ ഇൻഷാ അള്ളാ പറയാം. ഇത് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് അങ്ങനെ പറയാതെ, കരുതി കൂട്ടി പറയാതെ, ഇൻഷാ അള്ളാ പറയാതെ വന്നിട്ടുള്ളതും. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അതേസമയം ഫ്യൂച്ചറായിട്ട് എന്തെങ്കിലും പറയുന്നെങ്കിൽ, എന്തെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹു ഇൻഷാ അള്ളാ എന്ന് നമ്മൾ പറയണം. ഇൻഷാ അള്ളാ എനിക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു കൊള്ളാം. ഇല്ല യശാ അള്ളാ വദ്കുർ റബ്ബക ഇദാ നസീത് വഖുൽ അസാ യഹ്ദീനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റഷദ. അതായത് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതിനേക്കാൾ അടുത്ത നേർമാർഗത്തില്ല. ഇദാ നസീത് വഖുൽ അസാ അയ്യഹ്ദീനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റഷദ. ഈ ഇൻഷാ അള്ളാഹ്ക്ക് വേറെയും കൂടെ ഒരു എഫക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു നമ്മൾ പറഞ്ഞു ഇൻഷാ അള്ളാഹ്, അത് ഒന്ന് നമ്മള് നല്ല കാര്യത്തിലേക്ക് നമ്മൾ അത് ഉദ്ദേശിക്കുക. ഒരിക്കലും ഒരു റോങ് ആയിട്ട് ചെയ്യുന്നതിന് ഇൻഷാ അള്ളാഹ് നമ്മൾ പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ തിങ്ക് ചെയ്യും, പടച്ചവനെ മുൻനിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ബിസ്മി നമ്മൾ പറയുമ്പോൾ എപ്പോഴും ബിസ്മി പറയുന്നതിനുള്ള എന്നുള്ളത്, ഒന്ന് അള്ളാഹുവിനെ മുൻനിർത്തിയാണ്. അള്ളാഹു അത് ഒരു റോങ് ഡയറക്ഷനിലാണെങ്കിൽ പടച്ചവൻ അതിനെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ഇൻഷാ അള്ളാഹ് നമ്മളിപ്പോ ഒരാൾക്കൊരു പൈസ കൊടുക്കാൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുകയാണ്, നമ്മൾ ഒരാൾ കടം ചോദിക്കുകയാണ്, എനിക്കൊരു $10 കടം തരും, നമ്മൾ പറയാം ഇൻഷാ അള്ളാഹ് ഞാൻ നാളെ തരാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഈസി ആക്കി തരും അത് കൊടുക്കാനുള്ളത്. അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ അള്ളാഹു അതിനേക്കാളും ഗുണം തരും നമുക്ക് ആ 10 യാതൊരു കാരണവശാലും നമ്മളിൽ ഇല്ലാതിരിക്കുകയോ ആ 10 കൊടുത്തോണ്ട് നമുക്ക് നഷ്ടം വരികയില്ല. അള്ളാഹു അതാ പറയുന്നത്, ഇതിനേക്കാൾ, അതായത് ഇദാ നസീത വഖുൽ അസാ, അതായത് ഇതിനേക്കാൾ നല്ല സൗകര്യപ്രദമായ, ഇതിനേക്കാൾ അടുത്ത ഗുണത്തിലുള്ള നേർഭാഗത്തിലേക്ക് എന്റെ റബ്ബ് എന്നെ നയിച്ചേക്കാം, ഇതിനേക്കാൾ കൂടുതൽ നല്ല നിലക്ക് എന്ന് നിങ്ങൾ പറയുക. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ലെസണും കൂടെ ഇതിൽ കൂടെ ടീച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അതായത് ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉറപ്പായിട്ട് അത് ചെയ്യുമെന്ന് പറയുന്നത് അതിന്റെ കൂടെ ഇൻഷാ അള്ളാഹ് ചേർക്കുക. ഇത് ഇൻഷാ അള്ളാഹ് ഫ്യൂച്ചറിനെ മാത്രമേ ചേർക്കുള്ളൂ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഇൻഷാ അള്ളാഹ് പറയേണ്ടതില്ല. ഫ്യൂച്ചർ നമ്മൾ പറയുമ്പോൾ മാത്രം ഞാൻ അത് ചെയ്യും എന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ചേർത്തിരിക്കണം. നെക്സ്റ്റ് ആയ നമ്പർ 24. വലബിസു ഫി കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9. ഇനി ഈ ഖുർആൻ ഫുൾ ഓഫ് മിറക്കിൾസ് അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ തന്നെ ഒരു ഭയങ്കര അത്ഭുതമാണ്. ഇതിലെ ഓരോ വാക്കുകളും അത്ഭുതമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി ഇറക്കി ഇത് ഈ വാക്കില്ലേ, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തഖുൽ ഷൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, അതായത് നബിയെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയ ഖുർആനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വാക്ക് എടുത്ത് കളഞ്ഞൂടെ. കാരണം ഇത് തന്റെ ഒരു ഫോൾട്ടാണ് പറയുന്നത്, നബിയുടെ ഒരു ഫോൾട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു കാണിക്കുന്നത്. നബിക്ക് അത് വേണമെങ്കിൽ അത് ഹൈഡ് ചെയ്യാം ആ വാക്ക്. അപ്പൊ നബി ഒരിക്കലും ഇതൊരു നബി താനെ എഴുതിയതല്ല, അള്ളാഹുവിന്റെ വഹിയ വന്നതാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തം അല്ലെ. 2, നബി എഴുതിയതാണെങ്കിൽ ഒരിക്കലും പിറ്റേ ദിവസം അല്ലെങ്കിൽ 15 ദിവസം നബി കാത്തിരിക്കേണ്ടതില്ല. ഈ ചോദ്യത്തിന് മറുപടി പിറ്റത്തെ ദിവസം തന്നെ എഴുതി കൊടുക്കാം അല്ലെ. അപ്പൊ ഇത് കാത്തുനിന്ന് 15 ദിവസം കാത്തുനിന്ന്, അപ്പൊ ഇതിൽ നിന്ന് തന്നെ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബിയാണ്, അതായത് പ്രോഫറ്റ് ആണ്. അള്ളാഹുവിന്റെ വഹിയ കിട്ടാതെ, അള്ളാഹുവിന്റെ ഗൈഡൻസ് കിട്ടാതെ, അള്ളാഹുവിന്റെ എഴുതപ്പെട്ട കിട്ടാതെ ഒരിക്കലും ഇതിന് മറുപടി കിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തം. അപ്പൊ അത് തന്നെ ഖുർആൻ എവിഡൻസ് ആണ്. ഇത് തന്നെ ഇതിന്റെ ഒരു മിറക്കിളാണ്.
ഖുർആൻ എന്ന് പറയുന്നത് ഒരിക്കലും നബി എഴുതി ഉണ്ടാക്കിയതല്ല. അത് ഒരു അന്നുള്ള ആ ഒരു കണക്ഷൻ പ്രോബ്ലം ഉണ്ടോ? ഡിസ്കണക്ട് ആവുന്നുണ്ട്, കേൾക്കുന്നില്ലെങ്കിൽ പറയണം അതിൻ്റെ ഇടയിൽ കേട്ടോ. സോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറയരുത്, പിന്നെ ഇൻഷാ അള്ളാഹ് ചേർക്കണം, ഇൻഷാ അള്ളാഹ് ചേർക്കാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള നിലക്ക് വേണം സംസാരിക്കാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റിമൈൻഡ് ചെയ്തു. പിന്നീട് വലബിസു ഫി കഹ്ഫിൻ സലാസമയത്തിൻ സിനീന വസ്താദു തസ്അ, ഇത് മറ്റൊരു ഖുർആന്റെ മറ്റൊരു മിറക്കിൾ ആണ് അടുത്തത്. അതായത് ഇവർക്ക് സത്യത്തിൽ എത്ര വർഷത്തോളം ഇവർ ഇതിനകത്ത് കഴിഞ്ഞു എന്നത് ഇവർക്ക് സത്യത്തിൽ അറിയുന്നില്ല, കറക്റ്റായിട്ട് അവർക്ക് അറിയുന്നില്ല അത് എന്താണ്, എത്ര വർഷം. വലബിസു ഫി കഫീൻ സലാസമയത്തിൻ സിനീന വസ്താദു തിസ്അ, അവർ തങ്ങളുടെ ആ കേവിൽ, ആ ഗുഹയിൽ 300 കൊല്ലവും 309 കൊല്ലം അവർ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ 309 കൊല്ലം എന്ന് പറയുന്നത്, 300 എന്ന് പറയുന്നത് സോളാർ ഇയേഴ്സും, ഇത് മ്യൂട്ടാക്കാത്തൊരു മ്യൂട്ടാക്കണേ ഇൻഷാ അല്ലാഹ്, 300 ഇയേഴ്സ് എന്ന് പറയുന്നത് സോളാർ ഇയേഴ്സും 309 എന്ന് പറയുന്നത് ലൂണാർ ഇയേഴ്സുമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കറക്റ്റായിട്ട് അത് കണക്കൂട്ടി പറഞ്ഞതെന്നറിയാം. ഇത് ഒരിക്കലും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഈ ഖുർആൻ എഴുതിയതെങ്കിൽ ഇങ്ങനെ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ട് 300 കൊല്ലം പിന്നെ 9 കൊല്ലം എന്ന് ഈ കറക്റ്റായിട്ട് സോളാർ ഇയേഴ്സും ലൂണാർ ഇയേഴ്സും കാൽക്കുലേറ്റ് ചെയ്ത് പറയില്ല. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ lunar year and solar is 3 years behind. So ഒരു 100 years lunar that become like 300 years solar is 309 lunar years. അപ്പോൾ വലബിസു ഫി കഹ്ഫിൻ സലാസമയത്തിൻ സിനീന വസ്താദു തിസ്അ, അതായത് 300 + 9 എന്ന് പറയുന്നത് അതാണ്. ഖുലില്ലാഹു അലം ബിമാ ലബിസു ലഹു ഗൈബുസ് സമാവാതി വൽ അബ്സറു വസ്മഅ മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. അതായത് നബിയെ നിങ്ങൾ പറയുക, അവർ ആ താമസിച്ചതിനെ പറ്റി അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഖുലില്ലാഹു അലം ബിമാ ലബിസു, നിങ്ങൾ പറയുക ആ താമസിച്ചതിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മറ്റാർക്കും അറിയില്ല. നമുക്കറിയാവുന്ന നമ്മളുടെ പരിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തിയ വിവരം പോലും ശരിയായ നിലക്ക് മറ്റൊരു ഗ്രന്ഥവും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നബിയെ നിങ്ങൾ പറയുക, അവരാ താമസിച്ചതിനെ പറ്റി അള്ളാഹുവിന് മാത്രമാണ് കൃത്യമായിട്ട് അറിയാം. ലഹു ഗൈബു സമാവാതി വൽ അർദ്, അതായത് ആകാശത്തിലും ഭൂമിയിലുമുള്ള അദൃശ്യമായിട്ടുള്ള ഗൈബായിട്ടുള്ള കാണാത്ത കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം, അബ്സറു ബിഹി വസ്മഅ, അവന് മാത്രമേ അത് കാഴ്ചയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ലഹു ഖുലില്ലാഹു അലം ബിമാ ലബിസു ലഹു ഗൈബു സമാവാതി വൽ അർദ്. ഗൈബ് എന്ന് പറയുമ്പോൾ അൺനോൺ ആയിട്ടുള്ള, അദൃശ്യമായിട്ടുള്ള, കാണാത്ത, സമാവാതി വൽ അബ്സറു ബിഹി വസ്മഅ, അതായത് അവന് മാത്രമേ, അള്ളാഹുവിന് മാത്രമേ അതെല്ലാം കാണുവാനും കേൾക്കുവാനും, വാസ്മഅ കേൾക്കുവാനും പറ്റുള്ളൂ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അവന് മാത്രം, അവനല്ലാതെ മറ്റൊരുത്തനും ഒരു ആളും ഒരു രക്ഷകനോ അതിനില്ല. അവനക്ക് മാത്രമേ അതിൻ്റെ അധികാരമുള്ളൂ. മറ്റുള്ളവരെ ആർക്കും അതിന് പങ്കു ചേർക്കാനില്ല, ആർക്കും അതിന് പങ്കു ചേർക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പങ്കു ചേർക്കാൻ പറ്റാത്ത, അള്ളാഹു ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത, അള്ളാഹുവിൻ്റെ ആ നോളേജ് അല്ലെങ്കിൽ അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഓരോ വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അതിനിടയിൽ അള്ളാഹു പറയുകയാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് പറയാം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ, അറിയാത്ത കാര്യത്തിൽ ചാടി കയറിയിട്ട് അഭിപ്രായം പറയേണ്ട, അത് അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഓക്കെ, അത് 26 ആയ നമ്പർ. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില കലിമാതി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. നിന്റെ രക്ഷിതാവ്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില കലിമാതി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ,
നിന്റെ നിനക്ക് ആ വഹി നൽകപ്പെട്ടിരുന്ന നീ പാരായണം ചെയ്യുക. ഞാൻ ഈ സെന്റൻസിൻ്റെ അവിടെ വെച്ച് നിർത്തും. കാരണം ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ വത്തിലുമാഫിയയിലേക്കും കിതാബ് റബ്ബിക്കലാം മുബത്തലി കലിമാത്തി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തനിക്ക് വഹി തന്നിട്ടുള്ളത് നിങ്ങൾ ഓതി കേൾപ്പിക്കുക. എനിക്ക് ഇത് പല ആയത്തുകളും ഇതിനകത്ത് എടുത്ത് കൊണ്ടുവന്ന് തരണം, എന്നാലേ നബിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഓതി കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ വഹി തന്നത് ഓതി കേൾപ്പിക്കുക എന്നുള്ളതിൻ്റെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ നിർത്താം. ആയ നമ്പർ 25, 26, അപ്പോൾ 27 വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് തുടങ്ങാം. നമുക്ക് പല സന്ദർഭങ്ങളിൽ കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല ഇൻഷാ അല്ലാഹ്, എന്നാലും ഞാൻ കഴിയുന്ന നിലയ്ക്ക്. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് വീണ്ടും നിങ്ങളോട് ഉണർത്തുവാനുള്ളത്, ഇത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് വരണം. ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലും ഒരു മിനിമൽ ചേഞ്ചസ്. ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഡൗൺ സൈഡ്, ടു മച്ച് ഡൗൺ സൈഡും ആവില്ല, ടു മച്ച് അപ്പും ആവേണ്ടതില്ല. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓവർനൈറ്റ് കംപ്ലീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ വളരെ സ്ലോലി, ഗ്രാജുവലി, വി ആർ ഹ്യൂമൻ ബീങ്സ്, സ്ലോലി, ലിറ്റിൽ ബിറ്റ്, ടേക്ക് ലിറ്റിൽ ബിറ്റ്, ഈസിലി അത് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് വീണ്ടും കൂട്ടുക, അങ്ങനെ പോകാൻ പാടുള്ളൂ. അല്ലാതെ ഓൾ ഇൻ സഡൻ നമുക്ക് എല്ലാം കൂടെ നമുക്ക് തോന്നും നമുക്ക് പലതും ചെയ്യാൻ പറ്റും. പക്ഷേ റിയാലിറ്റി നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബത്തിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ അത് ഭയങ്കരമായിട്ട് ചെയ്യും. അപ്പോൾ നബി പറഞ്ഞില്ല, ചെയ്യില്ല. വീണ്ടും അവസാനം ഒരു സഹാബ് പറഞ്ഞു, ഞാൻ വളരെ കുറച്ച് ചെയ്യും. അപ്പോൾ നബി പറഞ്ഞു, നീ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത് ഫോക്കസ് ചെയ്യേണ്ടത് വളരെ കുറച്ച്, എന്നിട്ട് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം, നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ ആകുമ്പോൾ അത് നിലനിൽക്കും. മറ്റേത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പ്രയാസം. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഓരോ ആയത്ത് എടുക്കുമ്പോൾ 25 വരെ പഠിച്ചില്ലെങ്കിലും അതിൻ്റെ ഓരോ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ആയ കൂടുതൽ പഠിച്ചു വരും ഇൻഷാ അല്ലാഹ്. സർവശക്തൻ നമുക്ക് എല്ലാവർക്കും അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم إنا أسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا ولسانا ذاكرا وسعيا شكورا. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും